അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുന്നു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി അധിക നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. എന്താണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്? നമുക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ 3-ാം ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. പരിശുദ്ധാത്മാവിന് ഒരാളത്വമുണ്ട്. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. ഗാഡ് ഈസ് സ്പിരിറ്റ്. പിതാവായ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കേണ്ടതിന് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഒന്നാമത്തെ ബൈബിൾ പ്രവചനം നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. മനുഷ്യനെ വഞ്ചിച്ച ആ പാമ്പിനെ നോക്കി, മനുഷ്യനെ വഞ്ചിച്ച പിശാചിനെ നോക്കി യഹോവയാകുന്ന ദൈവം പറഞ്ഞു, നീ സ്ത്രീയെ വഞ്ചിച്ചു എങ്കിൽ സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുവാൻ ഇടയാകും. ആ പ്രവചനത്തിന്റെ നിവൃത്തീകരണങ്ങൾ പുത്രനിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ നിങ്ങൾക്ക് ഇനി അധികം നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ നഗരം വിട്ട് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ നഗരത്തിൽ തന്നെ കാത്തിരിക്കണം. ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ കാത്തിരിക്കണം. എന്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളും പരിശുദ്ധാത്മ സ്നാനം എന്നൊക്കെ പറഞ്ഞാൽ there's a different levels of experience. നമുക്കറിയാം, യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു ക്രിസ്തു സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ യേശു കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നു. വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ലൂക്കോസ് 4 വരുമ്പോൾ എഴുതിയിരിക്കുന്നു, യേശു ആത്മാവിന്റെ നിറവോടെ യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ നിറവ്. എന്നാൽ പിശാചിന്റെ സകല പരീക്ഷകളെയും അവൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ, സകല പൈശാചിക പരീക്ഷകളെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ ലെവൽ ഒന്നും കൂടെ ഹയർ ലെവലിലേക്ക് പോയി. ബൈബിളിൽ അതേ 4-ാം അധ്യായത്തിൽ പറയുന്നു, അതിന്റെ 14-ാം വാക്യത്തിൽ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. നിറവിൽ നിന്നും ശക്തിയിലേക്ക് പ്രവേശിച്ചു. ആ ശക്തിയോടെയാണ് യേശു കാനാവിലെ കല്യാണത്തിലേക്ക് ചെല്ലുന്നതും. ആ ശക്തിയാണ് അടുത്ത ദിനങ്ങളിൽ ആ 3.5 വർഷക്കാലം യേശുവിന്റെ ശുശ്രൂഷയിൽ മാനിഫെസ്റ്റ് ചെയ്തതും. പച്ചവെള്ളം വീഞ്ഞായത്,
അന്ധന്റെ കണ്ണ് തുറന്നത്, ചെകിടന്റെ ചെവി കേട്ടത്, ഊമർ സംസാരിച്ചത്, മരിച്ചവർ ഉയർത്തത്, കുഷ്ഠരോഗികൾ ശുദ്ധമായത്. ഇതിനെയെല്ലാം കൂടെ ഒറ്റ വാക്കിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ ആമേൻ രേഖപ്പെടുത്തി. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെയും അവൻ വിടുവിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ആത്മശക്തി, ആത്മനിറവ്, ആത്മസ്നാനം, ഇങ്ങനെ ഇതൊക്കെ പഠിക്കാൻ യേശുവിനെ മാത്രം നോക്കിയാൽ മതി. സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഫിനിഷിംഗ് ആയിരുന്നോ, ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നോ? ഒന്നുകൂടെ പറയാം. സ്നാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഫൈനൽ തിങ് ആയിരുന്നോ, അതോ ഒരു ആരംഭമായിരുന്നോ? അപ്പൊ ബാപ്റ്റിസം എന്ന് പറയുന്നത്, സ്നാനം എന്ന് പറയുന്നത് ഒരു ആരംഭമാണ്, ഒരു തുടക്കമാണ്. ഞാൻ സ്നാനപ്പെട്ട് എൻ്റെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ ഞാൻ ആരംഭിക്കുകയായിരുന്നു. തുടക്കം, ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീരുന്നതല്ല പരിശുദ്ധാത്മ ശക്തിയും നിറവും അഭിഷേകവും പ്രവൃത്തികളുമൊക്കെ. ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായി ഉണ്ടായ അനുഭവമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ. ആ വേർഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. ആദ്യമായി വന്നു. പറഞ്ഞേ, ആദ്യമായി വന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അന്നേരം ഓർത്തെന്ന്. ആദ്യമായി അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, ഫസ്റ്റ് ടൈം, ശ്രദ്ധിക്കുന്നുണ്ടോ? ആദ്യമായി അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. എന്താ ഓർത്തെ? യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അന്നേരം ഓർത്തെന്ന്. അപ്പൊ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന കാര്യം അവർ ഓർത്തത്? അപ്പോൾ ആദ്യമായി നമുക്കുണ്ടാകുന്ന ആദ്യമായി ലഭിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് ജലസ്നാനത്തിന് പകരമല്ല. പരിശുദ്ധാത്മ സ്നാനം എന്നത് ജലസ്നാനം അല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നോട് ചിലര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ ഞങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്, ഞങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. സ്നാനപ്പെട്ടാലേ പരിശുദ്ധാത്മാവ് ലഭിക്കൂ എന്നില്ല. സ്നാനപ്പെടുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് കിട്ടിയ ചരിത്രം ബൈബിളിലുണ്ട്. സ്നാനപ്പെട്ടതിന് ശേഷവും സ്നാനപ്പെടുന്നതിന് മുൻപും പരിശുദ്ധാത്മാവിനെ ലഭിക്കാം. അത് വിശ്വസിക്കുന്നത് കൊണ്ടും അത് സ്വീകരിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടും ദൈവം നമ്മളിലേക്ക് പകരുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ സ്നാനത്തിനോ പരിശുദ്ധാത്മ അഭിഷേകത്തിനോ പകരമൊന്നല്ല. സ്നാനത്തിന് പകരം സ്നാനം മാത്രമേ ഉള്ളൂ.
സ്നാനത്തിന് പകരമായി സ്നാനം മാത്രമേ ഉള്ളൂ. എന്തിനാണ് സ്നാനമേൽക്കുന്നത്? സ്നാനമേൽക്കുന്നത് റോമർ 6:1 പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ സ്നാനമേറ്റത് ക്രിസ്തുവിന്റെ കൂടെ ചേരുവാനാണ്, ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുവാനാണ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനാണ്, ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാനാണ്, ക്രിസ്തുവിനെ ധരിക്കുവാനാണ്. ഓ ഹല്ലേലൂയ. എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചയാളാണ്, ഞാൻ ധ്യാനത്തിന് പോയിട്ടുണ്ട്, എനിക്ക് അവിടെ വെച്ച് ദൈവശക്തി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി സ്നാനമൊന്നും വേണ്ട എന്ന് പറയരുത്. സ്നാനവും പരിശുദ്ധാത്മ സ്നാനവും ജലസ്നാനവും രണ്ടും രണ്ടാണ്. ജലസ്നാനം യേശു കർത്താവിന്റെ കൽപ്പനയാണ്. പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജയകരമായി തീരുവാനാണ്. Hallelujah. Blessed be the name of the Lord. അപ്പോ ഈ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ചേർന്നൊരാമീൻ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ആദ്യമുണ്ടാകുന്ന അനുഭവം, ആദ്യമായി നിങ്ങൾക്കുണ്ടാകുന്ന ആത്മീക അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. അതുകൊണ്ടാണ് ഇവിടെ 2 കാര്യവും യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാൻ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും. ഇത് രണ്ടും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. ചേർന്ന് രാമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മ സ്നാനം രക്ഷിക്കപ്പെടുന്ന ഒരനുഭവമോ സ്നാനത്തിന് പകരമോ അല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാതെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാതെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. എന്റെ പൊന്നു ബ്രദറെ, സിസ്റ്ററെ, നിങ്ങളെ എവിടെയോ പരിശുദ്ധാത്മാവ് തൊട്ടിട്ടുണ്ട്, നിങ്ങൾ പോലും അറിയാതെ തൊട്ടിട്ടുണ്ട്. അതാണ് 1 കൊരിന്ത്യർ 12:3. 1 കൊരിന്ത്യർ 12:3 പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിന് എന്ന് പറയും, പരിശുദ്ധാത്മാവിലല്ലാതെ. ഓ ജീസസ്. സമരിയയിൽ വലിയ റിവൈവൽ നടക്കുകയാണ്, ഉണർവ് നടക്കുകയാണ്. ആ ഉണർവിന്റെ മധ്യയിൽ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറയുന്നു, ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും. ആത്മാവിന്റെ വലിയ ചലനങ്ങൾ നിങ്ങളുടെ മുറിക്കുള്ളിൽ സംഭവിക്കും. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അന്നുവരെ ആ 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഓ, താങ്ക് യു ലോർഡ് ജീസസ്.
Thank you, Lord Jesus. അവൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് ഇമ്പാർട്ടേഷൻ, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. The Spirit of the Lord will impart you. ഇനി അങ്ങനൊരു സംഭവം അവിടെ നടന്ന കാരണം കൊണ്ട് അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. അപ്പോസ്തലൻ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു മനുഷ്യൻ, ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ, കുറെ കാശുമായിട്ട് വന്നു. എന്തിനാണെന്നറിയോ? സാറേ, എത്ര പൈസ വേണേലും തന്നേക്കാം, കുറച്ച് പരിശുദ്ധാത്മാവ് എനിക്കൂടെ തരണം. എന്താണ് സംഭവിച്ചത്? 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, താൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത് ഒരു ഡേഞ്ചറസ് സോണാണ്. ഇത് ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത് ഷോ കാണിക്കാനല്ല. അവൻ ചിന്തിച്ചു, അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അവരുടെ എല്ലാം മേളിൽ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടു. ആള് കൂടുന്നു, അപ്പോസ്തലന്മാരെ തൊടാൻ നിൽക്കുന്നു, അവരുടെ നിഴല് വീഴാൻ ആൾക്കാരെ കൊണ്ട് കിടത്തുന്നു. കൊള്ളാലോ പരിപാടി. എന്നാ പിന്നെ എനിക്കും ആയേക്കാം. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടാനോ പ്രാർത്ഥിക്കാനോ തയ്യാറാകുന്നില്ല. എന്റെ മേളിൽ അതിന്റെ വിളിയില്ല. ഇതിനൊന്നും തയ്യാറാകാതെ എന്റെ കയ്യിൽ കുറെ കാശുണ്ട്, അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെങ്കിലും മേടിച്ചിട്ട് ഞാനും ചിലരുടെ മേളിലൊക്കെ കൈവെക്കുമ്പോൾ അവരും വീഴാൻ, അവരും ഇത് പ്രാപിക്കാൻ, അവരും ഇത് സ്വീകരിക്കാൻ, അപ്പൊ എല്ലാരും എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്കൂടി ഇത് തരണോന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കുന്നത് കൊണ്ട് നിന്റെ പണം നിന്റെ കൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്റെ വായിന്ന് ഡിക്ലറേഷൻ വീണില്ലേ? തീർന്നില്ലേ അവന്റെ പണി? ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ ഇത് പണം കൊടുത്തു മേടിക്കുന്നതല്ല. ഇത് പണത്തിന് തരാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേളിൽ ദൈവം പകർന്നത് നമ്മളെ ഉയർത്താനോ ഷോ കാണിക്കാനോ അല്ല. പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ദൈവം പകർന്നത് വലിയൊരു ദൈവിക ദൗത്യത്തിന്റെ പദ്ധതിയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ്. ചിലരോട് പറയാനുണ്ട്, നീ ദൈവത്തോട് പറയാമോ, ദൈവമേ, നീ എനിക്ക് പ്രവചനവരം തന്നാൽ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞാൻ ഉപയോഗിക്കാം. നീ എനിക്ക് രോഗശാന്തിയുടെ കൃപ തന്നാൽ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞാൻ ഉപയോഗിക്കാം. നീ എന്റെ മേൽ അഭിഷേകം തന്നാൽ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞാൻ ഉപയോഗിക്കാം. Not for my self benefit. It is not for my self benefit. ഇതെന്റെ വ്യക്തിപരമായ ബെനിഫിറ്റിനുള്ളതല്ല. ജീസസ്. എന്ത് സംഭവിച്ചു? ശമരിയിലെ റിവൈവൽ ആണെന്ന് ഓർക്കണം. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരില്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് ഓഹരിയില്ല. ആ ഹൃദയ പരമാർത്ഥത വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ന് എത്ര പേർ ദൈവശക്തിയിൽ നിറയാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചവർ പ്രൊഫറ്റുമാരായിട്ടുണ്ട്. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചവർ ഇവാഞ്ചലിസ്റ്റുമാരായിട്ടുണ്ട് ബൈബിളിൽ. അപ്പോസ്തലന്മാർ കൈവച്ചവർ വിഷനുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഇംപാർട്ടേഷൻ പ്രോപ്പറായി ഉണ്ടാകണമെങ്കിൽ നിന്റെ ഹൃദയം നേരുള്ളതായിരിക്കണം. നിന്റെ ഇന്റൻഷൻ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഇന്റൻഷൻ വളരെ കൃത്യമായിരിക്കണം. കർത്താവെ, ഞാൻ ഇങ്ങനെ ദൈവത്തോട്, കർത്താവെ, ജാതികളെ തൊടേണ്ടതിന്, എന്റെ അരികിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടതിന് നീ എന്നെ പ്രൊഫറ്റിക് ഗ്രേസ് കൊണ്ട് നിറയ്ക്കണം. നിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണം. അവിടെ ഒരു സംഭവം ഉണ്ടായത്, താഴേക്ക് വരുമ്പോൾ ഒരു ആഭിചാരം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, അവൻ വന്ന് പരിശുദ്ധാത്മാവ് എനിക്കും വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അവൻ എന്തിനു വേണ്ടിയാണ് അവൻ ആവശ്യപ്പെട്ടത്? അവൻ ദൈവശക്തി ചോദിക്കുകയാണ്. അവൻ ചോദിച്ചതിന്റെ കാരണം അവന് മനസ്സിലായി, ആഭിചാരത്തെക്കായിലും ശക്തിയുള്ളതാണ് പരിശുദ്ധാത്മാവെന്ന്
ആഭിചാരകന്മാർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന 1-2 അനുഭവങ്ങൾ മാത്രം ഞാനൊന്ന് പറയുകയാണ്. ഒരാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന അതിപ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 4:31 പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ലഭിക്കുന്ന ഒന്നാണ് ധൈര്യം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ സാധാരണക്കാരായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു, ഭീരുക്കളായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ വാക്കിന്റെ മുൻപിൽ വരെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി പോയവനായിരുന്നു. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഒളിവിൽ പോയവരായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേളിൽ വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ വിമർശിച്ച യേശുവിനെ ക്രൂശിച്ച കൂട്ടത്തിലുള്ള ആൾക്കാർ ഈ ഹാളിലേക്ക് ഓടിക്കേറിയ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് വായ് തുറന്ന് പ്രസ്താവിച്ചു, നിങ്ങൾ തൂക്കിക്കൊന്ന യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ഈ മതപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പത്രോസ് വചനം പ്രസംഗിച്ചു. വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിനകത്ത് പോലും ദൈവശക്തി വ്യാപരിച്ചു. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ ഒന്നാമതുണ്ടാകുന്നത് ധൈര്യമാണ്. ധൈര്യം. അവൻ ഒന്നിനെയും ഭയക്കുന്നവനായിരിക്കത്തില്ല. മതത്തെയോ സംഘടനയോ അശുദ്ധിയെയോ അശുദ്ധന്മാരെയോ ദുരൂപദേശങ്ങളെയോ ദുരൂപദേഷ്ടാക്കന്മാരെയോ തെറ്റായി പഠിപ്പിച്ച് വഴിതെറ്റിക്കുന്നവരെ ഒന്നും അവൻ ഭയപ്പെടുന്നവനായിരിക്കത്തില്ല. അവൻ സത്യത്തിനും നേരിനും വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കും. അവന്റെ അകത്ത് പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ അവനൊരു വലിയ ധൈര്യം ഉണ്ടാകും. അവൻ ഒളിച്ചും പാത്തും പ്രാർത്ഥനയ്ക്ക് പോകുന്നവനായിരിക്കത്തില്ല. അവൻ തന്റെ ഇടത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനായിരിക്കും. തന്റെ ഇടത്തോടെ. അതുകൊണ്ടാണ് 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. ഞാൻ ഇവിടെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഭീരുത്വവും എല്ലാ ഭയവും യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ അകത്തുനിന്ന് വിട്ടുമാറട്ടെ. ശക്തിയുടെ ആത്മാവാണ്, സുബോധത്തിന്റെ ആത്മാവാണ്, ഇത് സ്നേഹത്തിന്റെ ആത്മാവാണ്. ചേർന്ന് ഒരു ആമീൻ പറയാവോ? അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ഈ ദൈവവചന സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ഒരു തന്റെ ഇടം, ഒരു ധൈര്യം അവന്റെ അകത്തുണ്ടാകും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ബൈബിൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ അകത്ത് ദൈവ സ്നേഹം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് ഒരുത്തരിൽ നൽകപ്പെട്ടാൽ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടായിരിക്കും. അവന്റെ കുടുംബത്തോട്, അവന്റെ സമൂഹത്തോട്,
അവന്റെ സഹപ്രവർത്തകരോട്, സഭയോട്, ആ വ്യക്തിയുമായി ഇടപഴകുന്നവരോടെല്ലാം തന്നെ ആ വ്യക്തിയിൽ ആഴമേറിയ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രകടനം കാണാനായി കഴിയും. ഹല്ലേലൂയ. ഈ ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മ സ്നാനം നടന്ന 4 പ്രധാനപ്പെട്ട അനുഭവങ്ങളുണ്ട്. 4 പ്രധാനപ്പെട്ട അനുഭവം. ഞാൻ ആ 4 അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പം പഠിപ്പിക്കാനായിട്ട് നിന്നാൽ അത് മാത്രം കൊണ്ട് ഇന്നത്തെ സെഷൻ തീരും. എന്നാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചിരിക്കുക, മനസ്സിലാക്കുക. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് സ്നാനം പോലെ തന്നെ അവസാനമല്ല, ചിലതിന്റെ തുടക്കമാണ്. സ്നാനം പോലെ തന്നെ ഒരാരംഭമാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആരംഭിക്കുകയാണ്. ദൈവം നിങ്ങളെ വളർത്താൻ ആരംഭിക്കുകയാണ്. അതാണ് ആദ്യമുണ്ടാകുന്ന അനുഭവം. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം, ഇതുവരെ പരിശുദ്ധാത്മ ശക്തിയുടെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്തവരിൽ അതിവിടെ സംഭവിക്കുവാൻ പോവുകയാണ്. ഒത്തിരി പേർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഒത്തിരി പേർ പുതുതായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഓ, കൈകളൊന്ന് അടിച്ചതെന്ന് ഒരുപാട് ജീവിതങ്ങളിലേക്ക് ദൈവശക്തി കടന്നു വരുവാനിടയായി. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ബൈബിൾ 7 കാര്യങ്ങളോടുകൂടെ ഉപമിച്ചിരിക്കുകയാണ്. പ്രതീകമായി, ദൃഷ്ടാന്തമായി, അടയാളമായി 7 കാര്യങ്ങൾ. നമ്പർ 1 is oil, എണ്ണ. പറഞ്ഞ എണ്ണ. നമ്പർ 2 is wind, കാറ്റ്. 3-മതായി ഫയർ, തീ. 4-മതായി സീൽ, മുദ്ര. 5-മതായി ഡവ്, പ്രാവ്. 6-മതായി വാട്ടർ, വെള്ളം. 7-മതായി വൈൻ, വീഞ്ഞ്. ഈ 7 കാര്യങ്ങളോടുകൂടെ ബൈബിൾ പരിശുദ്ധാത്മാവിനെ കമ്പയർ ചെയ്യുന്നു. അതിൽ 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. നമ്പർ 1 is oil. പറഞ്ഞേ, എണ്ണ. ഇത് പ്രതീകമാണ്, ദൃഷ്ടാന്തമാണ്. പരിശുദ്ധാത്മാവ് എണ്ണയാണോ? അല്ല. പരിശുദ്ധാത്മാവ് കേവലം പ്രാവാണോ? അല്ല. പരിശുദ്ധാത്മാവ് എന്തോ ഒരു കാറ്റാണോ? അല്ല. പരിശുദ്ധാത്മാവ് ഒരു തീയാണോ? അല്ല. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, പ്രതീകങ്ങളാണ്, പരിശുദ്ധാത്മാവിന്റെ സമാന്തരമായ ചിന്തകളാണ്. ആമേൻ. അതിൽ 1-മത്തതാണ് ഈ എണ്ണ, ഓയിൽ. ഇന്ന് ഒത്തിരി പേർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസുകൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇനി ബോഡി, നിങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ സഹകരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ അത് സംഭവിക്കും. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അളക്കാനും നിങ്ങളുടെ ചിന്ത കൊണ്ട് പിടിക്കാനും നിന്നാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പിടി തരുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ ബുദ്ധികൾക്കും ഒക്കെ അപ്പുറമാണ്. ആമേൻ. ഓയിൽ, എണ്ണ. താങ്ക് യു ജീസസ്. സങ്കീർത്തനങ്ങൾ 45-ന്റെ 7-മത്തെ വാക്യത്തിൽ, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ കൂട്ടുകാരിൽ നിന്ന് നിന്നെ വ്യത്യസ്തമാക്കുന്ന, നിന്റെ കുടുംബക്കാരിൽ നിന്ന് നിന്നെ വ്യത്യസ്തമാക്കുന്ന, നിന്റെ സഹോദരങ്ങളിൽ നിന്ന് നിന്നെ വ്യത്യസ്തനാക്കുന്ന അഭിഷേകത്തിന്റെ തൈലം, ആനന്ദത്തിന്റെ എണ്ണ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ലോർഡ്. നിരാശയോടെയോ ഭാരത്തോടെയോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ സന്തോഷത്തിന്റെ ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ റിലീസ് ഇറ്റ് നൗ. കൈകൾ അടിച്ച് സ്വീകരിക്കാൻ. The oil of gladness, ആനന്ദത്തിന്റെ എണ്ണ. ഈ ജോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ, അന്ന് ഞാൻ എൻ്റെ കാലുകളെ
വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദി ഒഴുക്കി തന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? യോബേ, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. അങ്ങനെ ബട്ടർ കൊണ്ട് കാല് കഴുകിയെന്നും പാറയ്ക്കകത്തുനിന്ന് തൈല ഒഴുകി വന്നെന്നും അല്ല. വെണ്ണ കൊണ്ട് ബട്ടർ കൊണ്ട് കാലും കഴുകി പാറ എന്നതാ എണ്ണ ഒഴുകി വരുന്നതും കണ്ടെന്നല്ല എഴുതിയിരിക്കുന്നേ. റെവലേഷൻ. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആത്മാവിന്റെ ഒരു എൻകൗണ്ടർ ആണ് ഈ പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 7 മുതലുള്ള വാക്യത്തിലേക്ക് നോക്കിയേ. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിന്റെ പടിവാതിക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. എന്റെ ലെവൽ ചേഞ്ച് ആയി. Yes. Go. Go. After that encounter, my level is changed. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കിനോട് പറ്റും. കാരണം ഈ തൈല നദി അവനിലേക്ക് ഒഴുകിയപ്പോൾ, ഈ വെണ്ണ കൊണ്ട് കാല് കഴുകിയപ്പോൾ അവൻ പട്ടണത്തിൽ അധികാരമുള്ളവനായി മാറി. എന്റെ വാക്ക് കേട്ട് ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണ എനിക്ക് സാക്ഷ്യം നൽകും. Think about this. അന്ന് എന്റെ കാലുകളെ ഞാൻ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദി ഒഴുകി തന്നു. ഈ തൈല നദി ഒഴുക്കി തരുന്നത് ഒരു പാറയാ. ബൈബിൾ പറയുന്നു ആ പാറ റോക്ക് ഈസ് ക്രൈസ്റ്റ്. ഇന്നും ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന്, ഇന്നും ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് ഈ എണ്ണ ഒഴുകുകയാണ്. ഒന്നുമല്ലാത്ത നിന്നെ എല്ലാമാക്കാൻ, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ ഈ പാറയിൽ നിന്ന് ഒഴുകുന്ന ഈ തൈല നദി കാരണം 7 മുതലുള്ള വാക്യത്തിൽ ഇയ്യോബിന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകുന്നു. ഇയ്യോബിന്റെ അതോറിറ്റി ചേഞ്ച് ആകുന്നു. ജോബിന്റെ പൊസിഷൻസ് ചേഞ്ച് ആകുന്നു. കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നു. കുടുംബക്കാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നു. പട്ടണത്തിന്റെ പടിവാതിക്കൽ ചെല്ലുമ്പോൾ, വിശാല സ്ഥലത്ത് ഇരിപ്പടം വെക്കുമ്പോൾ ബൈബിൾ പറയുന്നു യൗവനക്കാർ കണ്ടിട്ട് ഓടി ഒളിക്കും, വൃദ്ധന്മാർ കണ്ടാൽ, പുള്ളിയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വാ കൊണ്ട് ആ കൈ കൊണ്ട് വായ പൊത്തും, ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. എന്താണ് കാരണം? ചുമക്കുന്ന എണ്ണ, വഹിക്കുന്ന എണ്ണ. In the name of Jesus. നിന്റെ കുടുംബത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിന്നെ വ്യത്യസ്തനാക്കും. നിന്റെ പട്ടണത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിന്നെ വ്യത്യസ്തനാക്കും. നിന്റെ ദേശത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിന്നെ വ്യത്യസ്തനാക്കും. Soil. Oh my God. ഇയ്യോബിന്റെ ജീവിതം എന്ന് ഈ തൈല നദി പാറയിൽ നിന്ന് തന്റെ മേളിലേക്ക് ഒഴുകിയോ, അതോട് തന്റെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ചേഞ്ച് ആകുകയാണ്. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ തൈലം എണ്ണ നിന്നിലേക്ക് ഒഴുകിയാൽ നിന്റെ ദേശത്തിൽ നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, മോളെ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നദി നിന്റെ മേളിലേക്ക് ഒഴുകിയിറങ്ങും. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് ഈ എണ്ണ കൊണ്ട് അവൻ നിന്നെ അഭിഷേകം ചെയ്യും. ഈ എണ്ണ നിന്റെ മേളിൽ വീണ് കഴിഞ്ഞാൽ സിംഹങ്ങൾക്കോ കരടികൾക്കോ ഗോലിയാത്തുമാർക്കോ ഇന്ന് നിനക്ക് വിരോധമായി സംസാരിക്കുന്നവർ നിന്റെ മുമ്പിൽ മിണ്ടാകത്തക്ക നിലകളിൽ, വായമൊത്തക്ക നിലകളിൽ അധികാരത്തിന്റെ എണ്ണ, അധികാരത്തിന്റെ തൈലം
മേൽ ഇന്ന് പകൽ പകരപ്പെടുകയാണ്. നീ വ്യത്യസ്തനാകുക, നീ വ്യത്യസ്തയാകുക. നിന്റെ ശബ്ദം വ്യത്യസ്തമാകുകയാണ്. നിന്റെ ശബ്ദം വ്യത്യസ്തമാകുകയാണ്. നിന്റെ പ്രസംഗം വ്യത്യസ്തമാകുകയാണ്. നിന്റെ ശുശ്രൂഷ വ്യത്യസ്തമാകുകയാണ്. In the name of Jesus. പാറയിൽ നിന്ന് ഒഴുകുന്ന തൈല നദിയും ജോബ് തന്റെ കാലുകൊണ്ട് കഴുകിയ വെണ്ണയും അവന്റെ നടപ്പ്, ഈ വെണ്ണയ്ക്കകത്ത്, ഈ പരിശുദ്ധാത്മാവിന്റെ വെണ്ണയ്ക്കകത്ത് നിന്റെ കാല് കഴുകപ്പെട്ടാൽ നീ കാലുകുത്തി നിൽക്കുന്നിടം നിന്റേതായി തീരുകയാണ്. പ്രഭുക്കന്മാർ വാപത്തുന്നു, അധികാരികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. നാമേ നിന്റെ മേൽ ഒഴുകിയ ഈ തൈല നദി സകല അധികാരങ്ങൾക്ക് മുകളിൽ നിന്നെ അധികാരപ്പെടുത്തുകയാണ്. This oil is very important. 92-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദാവീദ് പറയുന്ന, യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ നീ തേപ്പിക്കുന്നു. I shall be anointed with fresh oil. I shall be anointed with the fresh oil. പുതിയ എണ്ണ. ഇന്ന് വരെ ഒരുത്തന്റെ തലയിൽ വീണിട്ടില്ലാത്ത പുതിയ oil. The new oil is waiting for you. The fresh oil is waiting for you. Aha. എനിക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ, എനിക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മുൻപിൽ എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന, എന്റെ തല ഉയർത്തിപ്പിടിച്ചെന്നെ നടത്തുന്ന the fresh anointed oil. ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച എണ്ണ ഫ്രഷാന്ന് പറയത്തില്ല. പകലാരോടോ പറയുന്നു, ഞാൻ ഇന്ന് വരെ ആരുടെയും മേളിൽ പകരാത്ത നിനക്ക് മാത്രം ആ എണ്ണ ചിലതിന്റെ മേളിലേക്ക് വന്ന് വീഴുകയാണ്. നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്ന് സകല ശക്തികൾ പരാജയപ്പെടത്തക്ക നിലയിൽ ആ ഫ്രഷ് ഓയിലിന്റെ ബോട്ടിൽ കർത്താവ് ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. At any time, that fresh oil will come upon you in the name of Jesus. നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ദൈവം ഉയർത്തും. നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ദൈവം ഉയർത്തും. ഈ സഭയിൽ വരുന്നവരെ ദൈവം ഉയർത്തും. അവരുടെ കുടുംബങ്ങളെ ദൈവം ഉയർത്തും. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായി ഉയർത്തും, ആരോഗ്യപരമായി ഉയർത്തും. In the name of Jesus, അഭിഷേകത്തിൽ ഉയർത്തും. എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കും. പുതിയ എണ്ണ മോനെ, പുതിയ എണ്ണ മോളെ, പുതിയ എണ്ണ. ഇന്ന് വരെ ഒരു വ്യക്തിയുടെ മേളിലും ഞാൻ ഇടാത്ത, ഞാൻ ആർക്കും കൈമാറാത്ത ഒരു പുതിയ എണ്ണ നിന്റെ ജീവിതത്തിൽ, ഒരു ഫ്രഷ് ഓയിൽ. That fresh oil will refresh your prayer life. This fresh oil will refresh your spiritual life. This fresh oil will refresh your character. In the name of Jesus.
receive. Amazing presence of the Lord is moving. ദാവീദ് പറയുകയാണ്, എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ഉയരാനുള്ളതിൻ്റെ കാരണം ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിലും ഞാൻ പോലും അറിയാതെ എന്നിൽ പകരുന്ന ഫ്രഷ് ജീസസ്. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ 23-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങളിൽ പറഞ്ഞത്, എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അതുകൊണ്ട് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. യിശ്ശായിയുടെ 8 മക്കളിൽ ഇളയവനായ ദാവീദ് തഴയപ്പെട്ടവനായിരുന്നു, തള്ളപ്പെട്ടവനായിരുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കും, എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, അതുകൊണ്ട് എൻ്റെ പം നിറഞ്ഞ് കവിയുകയാണ്. എൻ്റെ പാനപാത്രത്തിൽ നിന്നല്ല ഞാൻ കുടിക്കുന്നത്, നിറഞ്ഞ് കവിയുന്നതിൽ നിന്നാണ്. നിന്റെ കയ്യിലുള്ള നന്മ എടുത്ത് ചെലവാക്കുകയല്ല, നിന്റെ കയ്യിലുള്ളതെടുത്ത് ചെലവഴിക്കുകയല്ല, നിറഞ്ഞ് കവിയുന്നത്. നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. In the name of Jesus, I decree and declare the overflow. Overflow in the finance. Overflow in the church. Overflow in the ministry. Overflow in the anointing. Overflow in your health. In the name of Jesus. Thank you, Holy Ghost. സഹോദരങ്ങൾ കാണെ അഭിഷേകം ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. Thank you, Jesus. വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് ഈ എണ്ണ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മർക്കോസ് 6:12-13 അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. യാക്കോബിന്റെ ലേഖനം 5:14 യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവൻ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. This oil, ഈ എണ്ണ പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടാന്തമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേളിൽ വന്നാൽ അവന്റെ രോഗത്തിന്റെ മുഖം പൊട്ടിപ്പോവും. Jesus, this oil is very important. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയോട്, ജനത്തോട് ദൈവം പറയുന്നു, ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ
നിങ്ങൾ വിളക്കിൽ എണ്ണയില്ലാത്തവർ ആകരുത്. നിങ്ങളുടെ വിളക്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിറഞ്ഞു നിൽക്കട്ടെ. വിളക്കിൽ പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഉള്ളവർക്ക് മാത്രമേ മണവാളനെ എതിരേൽപ്പാൻ കഴിയുകയുള്ളൂ. എണ്ണ നിങ്ങളിൽ കുറയാതെ ഇരിക്കട്ടെ. ജീസസ്. ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തു, എണ്ണ എടുത്തില്ല. വിളക്ക് വചനമാണ്, എണ്ണ പരിശുദ്ധാത്മാവാണ്. വചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. ഹല്ലേലൂയ. രണ്ടും വേണം. ഇത് രണ്ടും വേണം. വിളക്കെടുത്തു, എണ്ണയെടുത്തില്ല. പല കൺവെൻഷനിലും വിളക്കുണ്ട്, എണ്ണയില്ല. ചിലയിടത്ത് എണ്ണയുണ്ട്, വിളക്കില്ല. പക്ഷേ ബൈബിൾ പറയുന്നു വിളക്കും എണ്ണയും വേണം. വചനവും പരിശുദ്ധാത്മാവും ഉണ്ടാകണം. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബുദ്ധിയുള്ളവർ വിളക്കിനോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഇനി അതിൽ എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. 8-ാമത്തെ വാക്യം, വേർഡ് 8. 8-ാമത്തെ വാക്യത്തിൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവെന്ന് പറഞ്ഞു. എണ്ണയില്ലെങ്കിൽ കെട്ടുപോകും. എണ്ണയില്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം കെട്ടുപോകും. പരിശുദ്ധാത്മാവിന്റെ എണ്ണയില്ലെങ്കിൽ വിശ്വാസം കെട്ടുപോകും. പരിശുദ്ധാത്മാവിന്റെ എണ്ണയില്ലെങ്കിൽ വിശുദ്ധി കെട്ടുപോകും. പരിശുദ്ധാത്മാവിന്റെ എണ്ണയുണ്ടെങ്കിൽ നിന്നിൽ പ്രാർത്ഥനാ ജീവിതം കത്തി നിൽക്കും. പരിശുദ്ധാത്മാവിന്റെ എണ്ണയുണ്ടെങ്കിൽ നിന്നിൽ വിശ്വാസം കത്തി നിൽക്കും. പരിശുദ്ധാത്മാവിന്റെ എണ്ണയുണ്ടെങ്കിൽ നിന്നിൽ വിശുദ്ധി കത്തി നിൽക്കും. പരിശുദ്ധാത്മാവിന്റെ എണ്ണയുണ്ടെങ്കിൽ നിന്നിൽ വിശ്വാസം കത്തി നിൽക്കും. ഉടനെ മണവാളൻ വന്നു കഴിഞ്ഞു. മണവാളൻ വന്നു കഴിഞ്ഞു. എണ്ണയില്ലെന്ന് മനസ്സിലായപ്പോൾ ബുദ്ധിയുള്ളവർ പറയുകയാണ്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ. ഇതിനൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ഈ എണ്ണയ്ക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ എണ്ണയ്ക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. പുള്ളിയുടെ അടുക്കൽ ചെന്നാൽ മാത്രമേ എണ്ണ കിട്ടുകയുള്ളൂ. അവന്റെ അടുത്താണ് നിങ്ങൾ ഇന്ന് പകൽ വന്നിരിക്കുന്നത്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ട്. എന്താണ് അടുത്ത വാക്യത്തിൽ സംഭവിച്ചത്? 10-ാമത്തെ വാക്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവർ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഈ 8-ാമത്തെ വാക്യത്തിൽ നിന്നും 11-ാമത്തെ വാക്യത്തിൽ നിന്ന് 2 സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. 8-ാമത്തെ വാക്യം, വേർഡ് 8, വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ. അപ്പൊ ഇത് ആരോടാണ് ചോദിക്കുന്നത്? യേശുവിനോടാണോ? ഇല്ല, എണ്ണ ഉള്ളവരോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ എണ്ണ ശക്തമായി ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കാൻ കഴിയും. ഇമ്പാർട്ടേഷൻ. മോശയുടെ മേളിലുള്ള ആത്മാവിനെ എടുത്ത് 70 പേരിലേക്ക് വയ്ക്കുകയാണ്. അപ്പം വെറുതെ ചോദിക്കുകയല്ല, എണ്ണയുള്ളവന് എണ്ണയില്ലാത്തവന് കൊടുക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ യേശു ഇത് വെറുതെ പറയില്ല. പക്ഷേ സമയം കഴിഞ്ഞു പോയി. ഡിസ്ട്രിബ്യൂട്ടർ തിരിച്ചു വന്നു. എണ്ണ കൊടുക്കുന്ന കട പൂട്ടി. ഇനി എണ്ണയുടെ ബിസിനസ് ഇല്ല. ഇനി എണ്ണയുടെ വ്യാപാരമില്ല. ഇനി എണ്ണ കൊടുക്കാൻ കഴിയുകയില്ല. കാരണം മണവാളൻ വന്നു. ഇനിയിപ്പോ അതിനുള്ള സമയമല്ല. ഇനിയിപ്പോ മണവാളന്റെ കൂടെ പോകേണ്ട സമയമാണ്. ഇപ്പോൾ എണ്ണയുള്ളവർ ഇവിടെ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ജീവിക്കുന്നു. നീ ചോദിക്കുകയാണെങ്കിൽ
നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇത് നിന്നിലേക്ക് സ്വർഗം പകരും. യേശു 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 നിനക്കിത് തരും. യേശു നിനക്കിത് തരും. യേശു നിനക്കിത് തരും. യേശു നിന്റെ തലമുറ അഭിഷേകം ചെയ്യും. യേശു നിന്നെ അഭിഷേകം ചെയ്യും. ജീസസ് ജീസസ്. 10ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, പക്ഷേ ഇപ്പോഴുണ്ട്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരാൻ യേശുവിന് കഴിയും. ഇത് പണമല്ല തരുന്നത്, വ്യക്തികളല്ല തരുന്നത്, യേശുവിന് തരുവാൻ കഴിയും. ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. പക്ഷെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് ഈ ദൈവശക്തി സ്വീകരിക്കുവാൻ തയ്യാറാണോ? ഒന്നാമതായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ യേശുവിന് കൊടുക്കാൻ തയ്യാറാണോ? യേശുവാണ് നിങ്ങൾക്ക് ഈ ആത്മാവിനെ തരുന്നത്. യേശുവാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകൻ. യേശുവാണ് നിങ്ങളുടെ സൗഖ്യദായകൻ. യോഹന്നാൻ 7:37 യേശു പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യോബിനെ പോലെ ഈ തൈല നദി നിന്റെ സ്ഥിതികളെ മാറ്റും. ഈ തൈല നദി നിന്റെ അധികാരത്തെ മാറ്റും. എത്ര പേർ ഇന്ന് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവരൊന്ന് ചാടി എഴുന്നേറ്റേ, ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റേ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്നവർ അല്ല, ആദ്യമായൊരു പരിശുദ്ധാത്മ സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാട്ടെ. We thank you, Jesus. We thank you, precious Holy Spirit. Precious Holy Spirit. Glorify your name. Glorify your name. Glorify your name, Jesus. Glorify your name. Glorify your name, Lord. Glorify your name in all the earth. Spirit of the Lord, fill them. Glorify In the name of Jesus.
സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഇതിനകത്ത് വിളിയുള്ളവരുണ്ട്, തിരഞ്ഞെടുപ്പുള്ളവരുണ്ട്. നിന്റെ ശക്തിയും നിന്റെ മഹത്വവും നിന്റെ സാന്നിധ്യവും ഇവരിലേക്ക് വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തെ ദൈവശക്തിക്ക് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. In the name of Jesus. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, നിന്റെ മക്കളെ അവിടുന്ന് നിറയ്ക്കണമേ. നിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. നിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. കരമടിച്ച് സ്വീകരിച്ചോ, കരമടിച്ച് സ്വീകരിച്ചോ. കരമടിച്ച് സ്വീകരിച്ചോ. കരങ്ങളടിച്ച് സ്വീകരിച്ചോ. കണ്ണുകളടച്ച് കരമടിച്ച് സ്വീകരിച്ചോ. In the name of Jesus, I release the fire, fire, fire. You are holy. Holy. Why you Lord God Almighty? What is the Lamb? Oh, what is the Lamb? You are holy. Holy. Why you Lord God Almighty? What is the Lamb? What is the Lamb? Parishutare, Parishutare, Sarvavallavan, Diye, Studiyangeke, 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 Parishutare, Parishutare, Sarvavallavan, Diye, Studiyangeke, Studiyangeke. You are holy, holy. Why you Lord God Almighty? What is the Lamb? What is the Lamb? You are holy, holy. What is the Lamb? Oh, what is the Lamb? You are holy, holy. Why you Lord
കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കും. ജസ്റ്റ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. അവർ മാത്രം മുന്നിലേക്ക് നിന്നോ. Father, in the name of Jesus, the fresh oil is waiting for you. The fresh oil. The fresh oil. Fresh oil.